ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. എ വയർ ഓഫ് ഗിവൻ മെറ്റീരിയൽ ഹാവിംഗ് ലെങ്ത് L. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആൻഡ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ്, അതിൻ്റെ റെസിസ്റ്റൻസ് 4 ohm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വയറുണ്ട് അല്ലേ, ഒരു വയറുണ്ട്. ആ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുള്ളത് A ആണ്. ആൻഡ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് തന്നിട്ടുണ്ട്? R ഇസ് ഈക്വൽ ടു 4 ohm ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദ റെസിസ്റ്റൻസ് ഓഫ് അനദർ വയർ? മറ്റൊരു വയറാണ് ഓഫ് ദ സെയിം മെറ്റീരിയൽ. അതേ മെറ്റീരിയൽ തന്നെയാണ്. ഈ സെയിം മെറ്റീരിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ നിങ്ങളോട് പറയാണ്, സെയിം മെറ്റീരിയൽ എന്നുള്ള വേർഡ് കണ്ടാൽ റോ രണ്ടിനും സെയിം ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് രണ്ടിനും സെയിം ആണ്. ഓക്കെ, നോക്കിയോ, ഹാവിങ് ലെങ്ത് L/2. അപ്പോൾ വയർ ടൂൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതെന്താണ്? L/2. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, അത് 2A. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സെയിം മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോ സെയിം ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വുഡ് ബി ദ റെസിസ്റ്റൻസ്? ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കടാ? സിമ്പിളാണ്. നമുക്കറിയാം, ഇവിടെ എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് കേസിൽ എല്ലാം തന്നിട്ടുണ്ട്, 4 ohm തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R is equal to rho into L divided by A. ദാറ്റ് is equal to 4 ohm ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത വയർ അല്ലേ, ഹാവിങ് എന്താണ്? സെയിം മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ അതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ R' എന്ന് വിളിക്കാം. R' is equal to rho into റോ സെയിം ആണ് രണ്ടിനും കേട്ടോ. അവിടെയാണ് മാറ്റം വരാതിരിക്കുക. ആൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L/2. സോ L/2 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? ഇവിടെ 2A ആണ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L അല്ലേ, ഡിവൈഡഡ് ബൈ 2 അല്ലേ. രണ്ട് 2 ഉണ്ട്. അപ്പോൾ 2 × 2 4A എന്ന് നമുക്ക് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 പുറത്തെടുക്കാം അല്ലേ. 1/4 ഇൻറ്റു റോ ഇൻറ്റു L/A. എടാ മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ റോ ഇൻറ്റു L/A എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് 4 ohm ആണെന്ന്. സോ നമുക്ക് R' കിട്ടി. R' ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദി അനദർ വയർ ഹാവിങ് ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഒക്കെ കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. സോ അത് കിട്ടിക്കഴിഞ്ഞില്ലേ നമുക്ക്. സോ R' is equal to 1/4 ഇൻറ്റു R. R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സോ 1/4 ഇൻറ്റു 4 1 ohm is the answer. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു കാര്യം മാത്രം, ആ ഒരു ലോജിക്ക് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഇവിടെ നിങ്ങൾ തെറ്റിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലെങ്ത്തും ഏരിയ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും രണ്ടാമത്തെ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി തന്നിട്ടില്ലല്ലോ എന്നുള്ളത് അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കുള്ള ഹിൻഡ് ഇവിടെ ഉണ്ട്, ഓഫ് ദ സെയിം മെറ്റീരിയൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓക്കെ, അതാണ് അതിൻ്റെ പോയിന്റ്. റോ രണ്ടിനും സെയിം ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി നമ്മൾ റോ എന്നാണ് പറയുന്നത് അല്ലേ. റോൻ്റെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റി യൂണിറ്റ്. Comment below. Okay, bye. Thank you so much.